ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് വരുന്ന ഒരു സമയമായിരിക്കും ഇങ്ങനെ രാവിലെ വന്ന് ചില പിള്ളേർ കോംപ്ലക്സും ചില പിള്ളേർ ചായ കുടിക്കുന്ന സമയമായിരിക്കും. അപ്പൊ എന്തായാലും അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ നിങ്ങൾ നല്ല പാട്ട് കേൾക്കണം. രാവിലെ ഒന്ന് ഫ്രഷ് ആയിട്ട് പോസിറ്റീവായിട്ട് നമ്മുടെ മണ്ടേ തുടങ്ങണം എന്നാണ് കേൾക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് ഇപ്പൊ നമ്മളെന്തായാലും നല്ല നല്ല പാട്ടുകളൊക്കെ സെറ്റായിട്ട് വന്നിരിക്കും. പക്ഷെ എനിക്ക് കുറച്ച് വിഷസ് ഉണ്ട് അല്ലെ? അതെ, അപ്പൊ നമുക്ക് ഒട്ടും വൈകിക്കേണ്ട. ഫസ്റ്റ് സെറ്റ് ഓഫ് വിഷസ് വന്ന് കണ്ടതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളോടൊക്കെ കലക്കാം. ആയിട്ടുള്ള ഒരു പാട്ടായിരുന്നു. എനിക്ക് ഈ പാട്ട് ഇറങ്ങിയ സമയത്തുണ്ടല്ലോ പാട്ട് ഇഷ്ടമാണ്. പക്ഷെ പാട്ടിനെക്കാളും കൂടുതൽ ഞാൻ എപ്പോഴും തമിഴിലെ ഡ്രസ്സിങ്ങിന്റെ ഭയങ്കര ഫാനായിരുന്നു. ഇപ്പുറത്ത് ഇടുന്ന അനാർക്കലി കാര്യങ്ങളൊക്കെ കൊള്ളാതെ അന്നത് പുതുമയായിരുന്നു. നമ്മളിപ്പം എല്ലാവർക്കും ഭയങ്കര കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അന്ന് ഇങ്ങനത്തെ കളർ കോമ്പിനേഷൻസ് എന്ത് പാറ്റേൺ ഒക്കെ ഭയങ്കര പുതിയതായിരുന്നു കേട്ടോ. അതിപ്പോ തമന്നേനെ കാണാൻ തന്നെ ആയിട്ട് ഇപ്പൊ ആൺകുട്ടികളും പെൺകുട്ടികളൊന്നുമില്ല, ഞങ്ങൾ തന്നെ എല്ലാവരും അത്ര ഇഷ്ടത്തോടെ തമന്നയുടെ ഡ്രസ്സും തമന്നയുടെ ലുക്കും കാണാൻ വേണ്ടി നമ്മൾ ഇരിക്കുകയായിരുന്നു ഓരോ മൂവീസിൽ. അപ്പൊ നമ്മളുടെ വിശേഷങ്ങളൊക്കെ ഇനിയും പറയാം. ഇപ്പൊ നമ്മളൊരു കോളർ ലൈനിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്, നമുക്ക് ആരും നോക്കിക്കളയാം. ഹലോ ഹലോ ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ആരാണ് സംസാരിക്കുന്നത്? സന്ധ്യ. നാട്ടിലെവിടെയാണ് സന്ധ്യ? എന്താ പറഞ്ഞത്? ഗംഗയുടെ അമ്മ. ആ, ഓക്കെ ഓക്കെ, ഗംഗയുടെ യമുനയുടെ അമ്മയാണല്ലേ സന്ധ്യ ചേച്ചി. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും? എല്ലാവർക്കും പനിയാ. ആണോ? സെയിം പിച്ച്. പനിയാന്ന് പറയണ്ടേ? എന്റെ സൗണ്ട് എല്ലാം മാറിപ്പോയി. എന്താ കാരണം എന്താണ്? ഈ ചൂടത്ത് നല്ല തണുത്ത ഐസ്ക്രീം കഴിച്ചോ? ഐസ്ക്രീം ചേട്ടൻ ഇന്നിറങ്ങി കൊണ്ടുവന്ന്. പിന്നെ ഇന്നലെയൊക്കെ നല്ല മഴയൊക്കെ ആയിരുന്നു. ആണല്ലേ? പക്ഷെ ഇവിടെ മഴയൊന്നും ഭയങ്കര വെയില. പക്ഷെ എന്നാലും എനിക്ക് കോൾഡ് പിടിച്ചു, എന്താന്നറിയില്ല. അപ്പൊ ചേച്ചി യമുന ഗംഗയൊക്കെ വീട്ടിലുണ്ടോ അതോ ഒരു കോളേജിൽ പോയോ? മൂത്ത മോളെ സ്കൂളിൽ കോളേജിൽ പോയി. ഉണ്ടല്ലേ? അപ്പൊ എപ്പോഴാ അവർക്കൊക്കെ ലീവൊക്കെ എപ്പോഴാ തുടങ്ങുന്നത്? വെക്കേഷൻ ഇന്ന് പോയ പിന്നെ ഇന്ന് ഇത്രേ പോകണ്ട. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് പോയി. ഞങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് മോക്ക് ഇല്ലായിരുന്നു, കോളേജിൽ പോകണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ വിളിച്ചൊന്നും കിട്ടിയില്ലായിരുന്നു. അവള് അമ്മ ഞാൻ വിളിച്ചിട്ടൊന്നും കിട്ടുന്നില്ലല്ലോ എന്ന്. അത് ശരിയാ, നമ്മള് ഗംഗയുടെ അടുത്ത് സംസാരിച്ചിട്ടില്ല തോന്നുന്നു. എപ്പോ വിളിച്ചാലും ഗംഗ കോളേജിൽ പോയിട്ടുണ്ടാവും അല്ലേ? അതെ. അപ്പൊ എന്തായാലും ഒരു അവസരം കിട്ടും എന്നാണ് എന്റെയും പ്രതീക്ഷ. സുഖമാണോ? ആഘോഷിച്ചോ? ഈസ്റ്റർ സത്യം പറഞ്ഞാൽ ഈസ്റ്റർ ഞങ്ങൾ ആരും വിളിച്ചില്ല. ഞങ്ങൾ ഇവിടെ വന്ന് പറഞ്ഞിട്ടാ പോയത്. ആരെയൊക്കെ വിളിക്കും, ആരും വിളിക്കാത്തോണ്ട് ഞാൻ തന്നെ വീട്ടിൽ അടിപൊളിയായിട്ട് ഈസ്റ്റർ ആഘോഷിച്ചു. നല്ല നെയ്ച്ചോറ്, ജംബോ പ്രോൺസ്, ചിക്കൻ റോസ്റ്റ് ഒക്കെ വെച്ച് ഞാൻ അങ്ങ് ആഘോഷിച്ച് ഈസ്റ്റർ. ചേട്ടനോട്ടൊക്കെ പോയി. അടിപൊളി. അപ്പൊ എന്തായാലും അടിച്ചു പൊളിച്ചു ഈസ്റ്റർ അല്ലേ? അപ്പൊ അമ്മ മക്കളെ ഉള്ളു ഇവിടെ. അപ്പൊ എന്തായാലും പറയേച്ചി, ആർക്ക് വേണ്ടി ഡെഡിക്കേഷൻ? ചേട്ടനും പിന്നെ എന്റെ വീട്ടുകാർക്കും പിള്ളേർക്കും എല്ലാവർക്കും വേണ്ടി. പിന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും. പിന്നെ അവിടെ ആവശ്യമില്ലേ? നാഗേശ്വരൻ ഉണ്ട്, വൈകുന്നേരം വരും. വൈകുന്നേരത്തെ ഷോയിലുണ്ടാവും എന്തായാലും. ഞങ്ങൾ പാസ്പോർട്ടിനകത്ത് വിളിച്ചൊന്നും കിട്ടുന്നില്ല. ആണോ? കിട്ടും. ട്രൈ ചെയ്യോട്ടോ. കുറെ കോളേജ് വിളിക്കുന്നതുകൊണ്ടായിരിക്കും കിട്ടാത്തത് കേട്ടോ. അപ്പൊ എന്തായാലും നാഗേശ്വരോട് നമ്മൾ അന്വേഷണം പറഞ്ഞേക്കാം. എല്ലാവർക്കും വേണ്ടി നല്ല ബ്യൂട്ടിഫുൾ ആയ ഒരു പാട്ട് വെച്ചിരുന്നാ കേട്ടോ. താങ്ക് യു സോ മച്ച്. ഓക്കെ, സോ സ്വീറ്റ്. അപ്പൊ എന്തായാലും നമുക്ക് പാട്ട് കിട്ടി തിരിച്ചു വരാം. മൺഡേ എപ്പിസോഡ് ഈസ്റ്റർ ഒക്കെ കഴിഞ്ഞ് എല്ലാവരും ആ ഒരു മൊത്തം പിടിച്ച് നല്ല ഫുഡ് കഴിച്ച് റെസ്റ്റ് എടുത്ത് എഴുതിച്ചിരിക്കായിരിക്കും. അപ്പൊ എന്തായാലും നമുക്ക് കുറെ കൂടി വിഷസ് ബാക്കിയിട്ട് നേരെ വിഷസിലേക്ക് പോയിട്ട് തിരിച്ചു വരാം. അങ്ങനെ അടുത്ത ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് വിഷസും കഴിഞ്ഞ സ്ഥിതിക്ക് ഒരു പാട്ടുണ്ട് അല്ലേ? ആ പാട്ടൊക്കെ തിരിച്ചു. കുറച്ചാണെന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ 3 വർഷമോ 3 മാസമായി അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇപ്പോഴും വിളിച്ചു. എടാ പിന്നെ അതേപോലെ നമുക്ക് ഈ സൂര്യാസ്
മ്യൂസിക്കിലെ പ്രോഗ്രാംസ് യൂട്യൂബിലും കാണാൻ പറ്റില്ല. അതിന്റെ ഈ നമ്മൾ പങ്കെടുക്കുന്ന എപ്പിസോഡ് അങ്ങനെ കാണാൻ പറ്റില്ല. ഇല്ല, യൂട്യൂബിൽ കാണാൻ പറ്റില്ല, സൺനെക്സ്റ്റിൽ കാണാൻ പറ്റും. സൺനെക്സ്റ്റ് ആപ്പ് ഉണ്ട് നമ്മുടെ. സൺനെക്സ്റ്റിൽ സ്ട്രീം ആയിക്കൊണ്ടിരിക്കുന്നത് സൺനെക്സ്റ്റിൽ. നമുക്ക് ഒരു എപ്പിസോഡ് നമസ്തേ കേരളം ഒരു 3 മണിക്കൂർ വരെ സൺനെക്സ്റ്റിൽ ഉണ്ടാവും. അത് കഴിഞ്ഞ് 3 hours വരേക്കും നമ്മുടെ എന്താ പറയുന്നത് റെക്കോർഡ് ഷോ ആണെങ്കിൽ പലർക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. പക്ഷെ ഇപ്പൊ ലൈവ് അല്ല, നിങ്ങൾക്ക് ലൈവായിട്ട് നിങ്ങൾ സംസാരിക്കണം. അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ എന്തോ പറയാൻ വന്നു. അപ്പൊ എന്തായാലും ചാർട്ടാ എന്തൊക്കെ വീണ്ടും സംസാരിക്കാം. ഇപ്പൊ എന്തായാലും പാട്ട് കേൾക്കാം അല്ലേ? യെസ്, വെൽക്കം ബാക്ക്. നമസ്തേ കേരളം, സുപ്രീതി ആൻഡ് അപ്പോൾ ഇന്നൊരു മൺഡേ ആണ്. അതേപോലെ തന്നെ നമ്മൾ പുതിയ മാസം നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അല്ലെ? ഒരാഴ്ച കഴിയാറായി കേട്ടോ. പുതിയ മാസം ഡേയ്സ് ഒരാഴ്ച കഴിയാറായി. ഓ മൈ ഗോഡ്, വർക്കൗട്ട് തുടങ്ങിയിട്ടില്ല. ഞാനാണെങ്കിൽ 1-ാം തീയതി തൊട്ട് ഫൂൾസ് ഡേ അന്നോട്ട് ഞാൻ ഫുള്ളാവാതെ വർക്കൗട്ട് ചെയ്തിട്ട് അന്നല്ലേ ഞാൻ ഫുള്ളായിക്കൊണ്ടിരിക്കുക. എന്താ ഞാൻ ഇന്നിപ്പോ മൺഡേ അടിച്ചിരിക്കുന്നത്. ഞാൻ ദിവസം എന്തായാലും പോയി നിന്നല്ല നമുക്കിപ്പോ യെസ്, ആഫ്റ്റർ സെറ്റ് ഓഫ് ബ്യൂട്ടിഫുൾ വിഷസ് നമുക്കിപ്പോൾ ഒരു പാട്ടുണ്ട്. നമുക്ക് പാട്ട് കാണാം, തിരിച്ചു വരാം. ഇതൊക്കെ ഭയങ്കര അടിപൊളി പ്ലേലിസ്റ്റ് ആണ്. നമുക്ക് കാണാൻ എപ്പോഴും കേൾക്കുന്ന ഇഷ്ടപ്പെട്ട പാട്ടുകളാണ്. വരാൻ പോകുന്ന പാട്ടിന്റെ പിന്നെ അടിപൊളിയാണ്. ഇപ്പൊ ഒരു പാട്ട്. ഹലോ 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 സേതുട്ടാ. അപ്പൊ വീട്ടിലാരും ഉണ്ടാക്കിട്ടില്ലേ? വീട്ടിലെല്ലാരും തിരക്കില്ല, കടയിലൊക്കെ പോകണം. നമ്മളെല്ലാരും ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചില്ലേ? അതെ, ഡെഡിക്കേഷൻ എന്റെ മാമന്റെ മോന്റെ ബർത്ത്ഡേ ആണ്. ഡെഡിങ് എന്ന് പറയും. എന്നാണ് ബർത്ത്ഡേ? എന്നാണോ? ഇന്നലെ ഇന്നലെയായിരുന്നു. അപ്പൊ എന്തായാലും ദിലീപേട്ടിന് വേണ്ടിയിട്ട് ദിലീപിന് ഹാപ്പി ബർത്ത്ഡേ. എന്നാണ് അയ്യനാണെന്ന് അറിയത്തില്ല. എന്താ പേര്? കുട്ടിയാണോ? ലെനിൻ. ഓക്കെ, ലെനിൻ. വലിയമ്മയുടെ മോൻ സൗമ്യയ്ക്ക് വേണ്ടി. ഓക്കെ, സൗമ്യയ്ക്കും ലെനിനും വേണ്ടി നല്ലൊരു പാട്ട് വെച്ചിട്ടേക്കാം. നമ്മളിലൊക്കെ അന്വേഷണം അവർക്ക് പറയണം. അപ്പൊ നമുക്കിപ്പോ പാട്ടാം. യെസ്, ബാക്ക് ടു അവർ ഷോ വിത്ത് സുപ്രീതി ആൻഡ് ശ്രിയ. അപ്പൊ നമുക്ക് അടുത്തതായിട്ട് കുറച്ചും കൂടെ വിശ്വാസമാണല്ലോ പാട്ടിൽ. അല്ല, ഇന്നത്തെ വിശ്വാസമൊക്കെ കഴിഞ്ഞു തോന്നുന്നു അല്ലേ? നമ്മളെ വിശ്വാസം എല്ലാം കഴിഞ്ഞു. പക്ഷെ ഇപ്പൊ ഒരു കോളർ ലൈൻ ഉണ്ട്, അത് നോക്കാം. ഹലോ ഹലോ ഹായ് 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 ഹായ്. പേരെന്താണ്? ഹായ് സഫ. നാട്ടിലെവിടെയാണ്? ആലുവ. എന്തൊക്കെയുണ്ട് വിശേഷം? ആലുവക്കാരി സുഖമായിട്ടിരിക്കുന്നോ? നല്ല വിശേഷം. എന്ത് ചെയ്യാ, പഠിക്കാണോ? +1 അതൊരു നിങ്ങളുടെ നാട്ടുകാരി തന്നെയാണ്. അപ്പൊ എന്തൊക്കെയുണ്ട് സഭക്കുട്ടി വിശേഷം? അവിടെ പഠിത്തമൊക്കെ എങ്ങനെ പോയി? എക്സാം ഒക്കെ എഴുതിയോ അടിപൊളിയായിട്ട്? +1 എക്സാം അല്ലേ ഇപ്പൊ എഴുതിയത്? അപ്പം എങ്ങനെ ഫുൾ പാസോടെ +2ലേക്ക് കടക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടോ? ഏതാണ് സബ്ജക്ട്? സയൻസ് ആണോ, ഹ്യൂമാനിറ്റീസ് ആണോ, കൊമേഴ്സ് ആണോ? ഏതാണുള്ളത്? കൊമേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ ഇഷ്ടപ്പെട്ടെടുത്തതാണോ? ഫസ്റ്റ് തന്നെ എന്തെങ്കിലും ഗോൾ ഉണ്ടായിരുന്നോ? കൊമേഴ്സ് എടുക്കണം പിന്നിൽ എന്തായിരുന്നു ഉദ്ദേശം?
എന്താണ് സയൻസും കൊമേഴ്സും വെച്ച് മനസ്സിലായില്ല എന്തായിരുന്നു? സയൻസും കൊമേഴ്സും വെച്ച് കൊമേഴ്സാ കിട്ടിയത്. ഓക്കെ കിട്ടി. അപ്പൊ അപ്പൊ ഞാൻ ഗോൾ എന്തായിരുന്നു? ഈ രണ്ട് സബ്ജക്റ്റും രണ്ട് ദിശയിൽ പോകുന്ന സബ്ജക്റ്റാണല്ലോ. അപ്പൊ എന്തായിരുന്നു കോമൺ ഗോള്? അങ്ങനെ ഫോറൻസിക് ആവണമെന്നുണ്ട്. അതുകൊണ്ടാണല്ലേ. പക്ഷെ ഇനിയിപ്പം കൊമേഴ്സ് എടുത്തുകൊണ്ട് സാധിക്കുമോ? ഇല്ല. അതാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ എന്തായാലും കുഴപ്പമില്ല. വേറെ കുറെ മേഖലകൾ, നല്ല നല്ല മേഖലകളുണ്ട് ഇപ്പൊ കൊമേഴ്സ് എടുക്കുമ്പോൾ. സാധ്യതകളുള്ള നല്ല കുറെ കോഴ്സുകളും. എനിക്ക് തോന്നുന്നു ജോബ് സെക്യൂരിറ്റിയും പെട്ടെന്ന് ജോബ് കയറാനും പറ്റുന്നത്, പെട്ടെന്ന് ജോബ് കയറി സമ്പാദിക്കാനും പറ്റുന്നത് കൊമേഴ്സിലാണെന്ന് തോന്നുന്നുണ്ട്. കാരണം സയൻസ് ഡോക്ടേഴ്സ് ഒക്കെ ആകുമ്പോ നല്ല പ്രൊഫഷൻ ആണെങ്കിലും നമുക്ക് ടൈം എടുക്കും അതൊന്ന് സക്സസ് ആയി വരാൻ വേണ്ടിട്ട്. അപ്പൊ കൊമേഴ്സിനെ സംബന്ധിച്ച് പെട്ടെന്ന് ജോബ് ഓപ്പർച്യൂണിറ്റീസ് പെട്ടെന്ന് കിട്ടും കേട്ടോ. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ജോബ് സാധ്യതകളുണ്ട്. നമ്മൾ കറക്റ്റ് ആയിട്ട് നോക്കിയാൽ എല്ലാത്തിനും കിട്ടും കേട്ടോ. ഞാനൊരു കൊമേഴ്സ് സ്റ്റുഡന്റ് ആണ്, അതുകൊണ്ട് ഡോണ്ട് വറി, യു വിൽ ഫൈൻഡ് യുവർ വേ. അപ്പോ യെസ്, അപ്പൊ ഇപ്പൊ എന്താണ് ആർക്ക് ഡെഡിക്കേഷൻ പറയൂ? ഫാമിലിക്ക്. ഫാമിലിക്ക് വേണ്ടിയിട്ടാണോ? ശരി സാർ. അപ്പൊ എന്തായാലും ഫാമിലി മെമ്പേഴ്സ് എല്ലാവർക്കും വേണ്ടി സൂപ്പർ ആയിട്ടുള്ളത് ഒരു പാട്ട് വരും. പിക്ക് ഓഫ് ദ ഡേ ആണ് ഇന്നത്തെ. പിക്ചേഴ്സ് ആർക്കൊക്കെ പിക്ചേഴ്സ് ആണ് വന്നിട്ടുള്ളത് നമുക്ക് വേഗം പോയി നോക്കാം. നിങ്ങളുടെയും പ്രിയപ്പെട്ടവരുടെ പിക്ചേഴ്സ് ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ താഴെ വന്നിട്ടുണ്ട് ഫോർമാറ്റ് വളരെ സിമ്പിൾ ആണ്. ഒന്നെങ്കിൽ ഞങ്ങളുടെ സൂര്യ മ്യൂസിക്കിന്റെ ഇൻസ്റ്റഗ്രാം ഐഡിയിലോട്ട് അയക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ താഴെ വന്നിട്ടുണ്ട് 6282017171. ഇതാണ്. ഇതിൽ ഏതെങ്കിലും ഒന്നിൽ അയച്ചാൽ മതി. നല്ല ക്ലാരിറ്റി ഉള്ള പിക്ചറോ അല്ലെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുട്ടി വീഡിയോസോ ഒക്കെ എടുത്ത് അയക്കാം. അയക്കുമ്പോൾ ഒരു 5-10 ദിവസം മുന്നേ കുട്ടി അയക്കാം. ഏത് ദിവസമാണ് നിങ്ങൾക്ക് പ്ലേ ചെയ്യേണ്ടത് ആ ദിവസത്തിന്റെ 5-10 ദിവസം മുന്നേ കുട്ടി അയച്ചാൽ നമുക്ക് കറക്റ്റായിട്ടുള്ള പിടിക്കാൻ പറ്റും. ഇത്രയുള്ളൂ കേട്ടോ, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മുടെ എപ്പിസോഡ് ഇപ്പൊ വൈൻഡ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. അപ്പൊ അടുത്ത എപ്പിസോഡിൽ നമ്മൾ വീണ്ടും പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരും. Until then, it's me, Shreya, and Sukriti signing off.